ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസൈൻ ഓഫ് FIR ഫിൽറ്റർ വിൻഡോ മെത്തേഡിന്റെ പ്രോബ്ലംസ് ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഡിസൈൻ ആൻ ഐഡിയൽ ഹൈ പാസ് ഫിൽറ്റർ വിത്ത് എ ഫ്രീക്വൻസി റെസ്പോൺസ് HD of e raised to j omega equal to 1 for pi by 4 less than or equal to mod omega less than or equal to pi equal to 0 mod omega less than or equal to 4 using Hanning window, then find h of n, h of z for n equal to 11. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് സാധാ ഫോറിയർ സീരീസ് മെത്തേഡ് പോലെ തന്നെ നമുക്ക് ആദ്യം ഡിസൈർഡ് ഫ്രീക്വൻസി റെസ്പോൺസ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് അതിൻ്റെ പ്ലോട്ട് വരയ്ക്കുക. ദാറ്റ് ഈസ് -π/4 ടു -πയും മോഡ് ഒമേഗയാണ്. സോ +π/4 ടു പൈയും അവിടെ എത്ര എന്തായിരിക്കും വാല്യൂ? 1 ആയിരിക്കും വാല്യൂ. So -π/4 to -π, then π/4 to π. ഈ രണ്ട് റേഞ്ചിൽ മാത്രമേ 1 വാല്യൂ ഉള്ളൂ. ബാക്കിയെല്ലാം എന്താണ്? 0 ആണ്. -π/4 തൊട്ട് +π/4 വരെ 0. അപ്പൊ ഇതാണ് നമ്മുടെ റെസ്പോൺസ്. ഇനി ഇത് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് HD of n കണ്ടുപിടിക്കാം. HD of n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാലോ. എന്താണ്? 1/2π ഇന്റഗ്രൽ -π to π HD of e raised to j omega d omega. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും 1/2π ഇന്റഗ്രൽ രണ്ട് റേഞ്ചിൽ എടുക്കാം. -π to -π/4 or -π/4 to then HD of യുടെ വാല്യൂ എന്താണ്? 1 ആണ്. e raised to ഇവിടെ e raised to j omega n d omega. So e raised to j omega n d omega plus അടുത്ത റേഞ്ച് എന്താണ്? π/4 to π 1 into e raised to j omega n d omega. ഇത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ചെയ്തതാണ് ഇതുപോലൊരു പ്രോബ്ലം. അപ്പൊ ഇതിന്റെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതിന്റെ ആൻസർ നമുക്ക് 1/nπ sin nπ മൈനസ് sin nπ/4. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും e raised to j omega n/jn plus e raised to j omega n/jn. ലിമിറ്റ് കൊടുക്കുമ്പോൾ -π to -π/4, ഇവിടെ π/4 to π. അപ്പൊ നമ്മൾ e raised to j ഈ 2 ഇതിനകത്തൊരു nj പുറത്ത് വരും. അപ്പൊ 2j അകത്തോട്ട് എടുത്തിട്ട് നമ്മൾ ചെയ്യത്തില്ലേ സാധാ പോലെ. അപ്പൊ e raised to j theta minus e raised to -j theta by 2j ഫോമിൽ വരുന്നതിനെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും നമുക്ക് HD of n എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിട്ടും. അപ്പൊ ഇത് നമ്മൾ ഇതിന്റെ സിംപ്ലിഫിക്കേഷൻ ഫോറിയർ സീരീസ് മെത്തേഡിൽ രണ്ട് പ്രോബ്ലത്തിൽ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് ഇത് അതുപോലെ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ഈ സെറ്റ് ഓഫ് ഇക്വേഷൻ കിട്ടും HD of n ന്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഈ HD of n ന് കറസ്പോണ്ടിങ് n equal to -n-1/2 to +n-1/2. That is -5 to +5 വരെയുള്ള ഈ HD of n വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പൊ HD of 0 എന്ത് വരും? HD of 0 എന്ന് പറഞ്ഞാൽ sin 0/0 ഫോം ആണ് അല്ലേ. അപ്പൊ sin nπ/nπ minus sin nπ/4/nπ. ഇപ്പൊ എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും sin θ/θ ഫോം ഇത് 1 ആണ്. ഇവിടെ sin θ/θ ഫോം ആക്കാൻ ഇവിടെ ഒരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു മൾട്ടിപ്ലൈ ചെയ്തു. സോ ഇതിന്റെ ആൻസർ 1 ആണ്. സോ 1/4 ദാറ്റ് ഈസ് 3. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തതാണ്. 0 വാല്യൂ കാണാം. ഇനി നമുക്ക് HD of 1 കാണാം. HD of 1 എന്ന് പറഞ്ഞാൽ n-ന് ഈ ഇക്വേഷനകത്ത് n-ന് 1 കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ വാല്യൂസ് ഇങ്ങനെ കിട്ടും. -0.2250. HD of 2 n-ന് 2 കൊടുക്കുമ്പോഴത്തേക്കും -0.159. n-ന് 3 കൊടുക്കുമ്പോഴത്തേക്കും
മൈനസ് 0.075. എച്ചിന് 4 കൊടുക്കുമ്പോഴത്തേക്കും 0. 5 കൊടുക്കുമ്പോഴത്തേക്കും 0.045. അപ്പൊ നമുക്ക് എച്ച് ഡി ഓഫ് 1, 2, 3, 4, 5 5 വാല്യൂസ് കിട്ടി അല്ലേ? അപ്പൊ നമുക്ക് ഈ കിട്ടുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാല് എന്താണ്? ഈ എന്നിന് ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ്. അപ്പൊ ഈ എച്ച് ഡി ഓഫ് 1 എച്ച് ഡി ഓഫ് -1 സെയിം തന്നെ കിട്ടും. എച്ച് ഡി ഓഫ് 2 എച്ച് ഡി ഓഫ് -2 സെയിം തന്നെ കിട്ടും. 3 -3 സെയിം കിട്ടും. 4 -4 സെയിം കിട്ടും. 5 -5 എന്ത് കിട്ടും? സെയിം തന്നെ കിട്ടും. ഇത്രയും നമ്മൾ പഴയതുപോലെ തന്നെയാണ്, ഫോറിയർ സീരീസ് മെത്തേഡ് പോലെ തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ വിൻഡോ മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഈ റേഞ്ചിൽ -5 to 5 നമുക്ക് ഏത് വിൻഡോ ആണോ തന്നത്, ഹാനിങ് വിൻഡോ ആണ് തന്നേക്കുന്നത് അല്ലേ, അതിന്റെ വാല്യൂസ് കൂടെ കണ്ടുപിടിക്കുക. ആ വാല്യൂസ് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ഈ വാല്യൂസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എച്ച് ഓഫ് എൻ കിട്ടുന്നത്. സോ എച്ച് ഓഫ് എൻ ഈക്വൽ ടു എച്ച് ഡി ഓഫ് എൻ ഇൻറ്റു ഡബ്ല്യു ഓഫ് എൻ ആയിരിക്കും നമ്മുടെ വിൻഡോ. ഇതാണ് വിൻഡോ ഫംഗ്ഷന്റെ ബേസിക് ഇക്വേഷൻ. അപ്പൊ എച്ച് ഡി ഓഫ് എൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? തന്നിരിക്കുന്ന ഡിസൈർഡ് റെസ്പോൺസിൽ നിന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് ഇൻവേഴ്സ് എടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എച്ച് ഡി ഓഫ് എൻ കിട്ടും. ഈ എച്ച് ഡി ഓഫ് എൻ ഇൻ ദ റേഞ്ച് നമുക്ക് -5 to 5 വരെ കണ്ടുപിടിക്കുക. ആ വാല്യൂസിന് കറസ്പോണ്ടിങ് വിൻഡോ, ഏത് വിൻഡോ ആണോ, റെക്ടാംഗുലർ ആണോ, ഹാനിങ് ആണോ, ഹാമിങ് ആണോ, അത് വെച്ച് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന സീക്വൻസ് ആയിരിക്കും എന്ത്? എച്ച് ഓഫ് എൻ. ഇത് നമ്മൾ ട്രങ്കേറ്റ് ചെയ്യുന്നതിന് പകരം, ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് -5 to +5 വാല്യൂസ് എടുക്കുന്നതിന് പകരം എന്താ, ഒരു സ്റ്റെപ്പ് കൂടെ അഡീഷണൽ ചെയ്യണം. ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? വിൻഡോ ഫംഗ്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് ഇതിപ്പോ കിട്ടി 5 വാല്യൂസ്, അതുപോലെ ഇവിടെയും കിട്ടണം വാല്യൂസ്. ആ വാല്യൂസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും എന്ത്? പുതിയ സീക്വൻസ്. അപ്പൊ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹാനിങ് വിൻഡോ ആണ്. അപ്പൊ ഹാനിങ് വിൻഡോന്റെ ഇക്വേഷൻ ഇതാണ്: 0.5 plus 0.5 plus 0.5 cos 2 pi n by n minus 1 in the range -5 to +5. ഈ റേഞ്ചിൽ മാത്രമേ ഈ വാല്യൂ വരത്തുള്ളൂ. അപ്പൊ ഇതും സിമെട്രിക്കൽ ആണ്. 0-ലുള്ളത് 0 തന്നെ, 1-ലുള്ളത് -1, 2 -2, 3 -3, 4 -4, -5 -5 വാല്യൂസ് എല്ലാം എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. അപ്പൊ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് കണ്ടുപിടിച്ചാൽ മതി, മറ്റേത് ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് ഇനി എന്നിന് ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കാം. എന്നിന് ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും n 0 ഇട്ട് കൊടുക്കുമ്പോൾ ഇതിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 1 ആണ്. 1 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഈ ഇക്വേഷൻ 1 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും എന്നിന്റെ വാല്യൂ 11. അപ്പം 1 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും 0.904. then 2 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും 0.654. 3 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും 0.345. 4 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും 0.095. then 5 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും 0. അപ്പൊ നമുക്ക് 5 സെറ്റ് ഓഫ് വാല്യൂസ് കിട്ടി, 6 വാല്യൂസ് കിട്ടി. 0, 1, 2, 3, 4, 5. അപ്പൊ ഇതാണ് നമ്മുടെ വിൻഡോ ഫംഗ്ഷൻ. ഏത് വിൻഡോ ആണോ വരുന്നത്, ഇവിടെ മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഈ വിൻഡോ ഫംഗ്ഷനെ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഫുള്ള് സോൾവ് ചെയ്യാത്തത്. അതുകൊണ്ട് നമുക്ക് ഐഡിയ ഇതാണ്, ഈ സ്റ്റെപ്സ് വരെ ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വിൻഡോ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. ആ വിൻഡോ ഫംഗ്ഷന്റെ വാല്യൂസ് വെച്ചിട്ട് ഇനി എന്ത് ചെയ്യുക? നമ്മൾ കണ്ടുപിടിച്ച ആ എച്ച് ഡി ഓഫ് എന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എച്ച് ഓഫ് എൻ കിട്ടുന്നത്. അപ്പൊ എച്ച് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എച്ച് ഡി ഓഫ് 0 ഇൻറ്റു WHN of 0. അപ്പൊ എത്ര കിട്ടും അതിന്റെ വാല്യൂ? കറസ്പോണ്ടിങ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 0.75. 1 into 0.75. then h of 1 എന്തായിരിക്കും? HD of 1 into WHN of 1. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് -0.2034 എന്ന് കിട്ടും. Similarly, h of 2 equal to HD of 2 into WHN of 2. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും -0.104.
Therefore, h of 3 equal to minus 0.025. H of 4 equal to 0. H of 5 equal to 0. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ സീക്വൻസ് ഇത് സെയിം തന്നെ ആയിരിക്കും. എന്ത് h of 1 h of minus 1 സെയിം ആയിരിക്കും. h of 2 h of minus 2 സെയിം ആയിരിക്കും. h of 3 h of minus 3 സെയിം ആയിരിക്കും. h of 4 h of minus 4 സെയിം ആയിരിക്കും. h of 5 h of minus. കാരണം നമുക്ക് കിട്ടുന്ന hd of n സിമെട്രിക് ആണ്. ദെൻ wh സിമെട്രിക് ആണ്. അതുകൊണ്ട് നമ്മൾ ഹാഫ് വാല്യൂസേ കണ്ടുപിടിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. ഈ വാല്യൂസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. സിമിലർലി മറ്റേ വാല്യൂസും എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി സെയിം ആയിരിക്കും. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ വിൻഡോ ഫംഗ്ഷനിൽ എക്സ്ട്രാ. ഇനി നമ്മൾ സാധാ കാണുന്ന പോലെ എന്ത് ചെയ്യാം? ഈ ഫംഗ്ഷൻ ഈ h ഓഫ് വെച്ചിട്ട് h ഓഫ് z കണ്ടുപിടിക്കുക. ആ h ഓഫ് z എന്തായിരിക്കും? നോൺ കോസലും നോട്ട് റിയലൈസബിളും ആയിരിക്കും. അതിനെ റിയലൈസബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ z raised to minus n minus 1/2 കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് h ഓഫ് z ഒരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷനിലെ കോഎഫിഷ്യൻസ് ആയിരിക്കും എന്ത്? ഫിൽട്ടർ കോഎഫിഷ്യൻസ്. ക്ലിയർ ആണല്ലോ? അപ്പൊ അത് നമുക്ക് അതും കൂടെ നോക്കാം. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയ സെറ്റ് ഓഫ് വാല്യൂസ് അല്ലേ? അപ്പൊ ഇത് വെച്ച് നമുക്ക് h ഓഫ് z കണ്ടുപിടിക്കണം. h ഓഫ് z ഇക്വേഷൻ എന്താണ്? h of 0 plus sigma n equal to 1 to n minus 1/2. That is 5. h of n into z raised to n plus z raised to minus. ഇതൊക്കെ നമ്മൾ പഴയ ചെയ്തതുപോലെ തന്നെയാണ്. അപ്പൊ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കും h of 0 plus h of 1 z1 plus h of 1 z minus 1 plus h of 2 z1 plus h of 2 z raised to minus 2. Then h of 3 ഇനി 3 കൊടുക്കുമ്പോഴത്തേക്കും z raised to 3 plus h of 3 z raised to minus 3 plus h of 4 z raised to 4 plus h of 4 z raised to minus 4 plus h of 5 z raised to 5 plus h of 5 z raised to minus 4. നമുക്ക് h of 4 h of 5 0 ആണ്. അപ്പൊ ആ ടേം ക്യാൻസൽ ചെയ്യാം. ഈ ടേം ആവശ്യമില്ല, ഈ ടേം ആവശ്യമില്ല. ബാക്കി h of 0യുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് h of z ഇങ്ങനെ കിട്ടും. 0.75 minus 0.2034 z. h of 1ന്റെ വാല്യൂ ഇതാണ്. minus 0.2034 z inverse minus 0.104 z square minus 0.104 z raised to minus 2 minus 0.025 z cube minus 0.025 z raised to minus. അപ്പൊ ഈ സിസ്റ്റത്തിൽ എന്താണ്? പോസിറ്റീവ് പവർ ഓഫ് z ഉണ്ട്. അപ്പൊ അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ കണ്ടുപിടിക്കും? h dash of z equal to z raised to minus n minus 1/2 into h of z. That is ഇവിടെ n ന്റെ വാല്യൂ 11 ആയതുകൊണ്ട് z raised to minus 5 into h of z. അപ്പൊ ഇതിനെ ഒരു z raised to minus 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? 0.75 z raised to minus 5 minus 0.2034 z raised to minus 5 into z എന്ത് വരും? z raised to minus 4 minus 0.2034 into minus 5 into minus 1 z raised to minus 6 minus 0.104 z raised to minus 2 minus 0.104 z raised to minus 6 minus 6 minus 5 minus 2, so minus 7, then minus 0.025 z raised to minus 5 plus 3 minus 2 minus 0.025 z raised to minus 5 minus 3 minus 8. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഇത്രയും കിട്ടും. ഇതാണ് നമ്മുടെ h of z. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ദെൻ h of n കണ്ടുപിടിക്കുക. h of n എന്ന് പറയുമ്പോൾ 0 കോഎഫിഷ്യന്റ് ഉണ്ടോ? ഇല്ല, കോഎഫിഷ്യന്റ് ഒന്നും ഇല്ലാത്തതില്ല. അതുകൊണ്ട് അതെന്താണ്? h of n കണ്ടുപിടിക്കാൻ ആദ്യം h of 0 കണ്ടുപിടിച്ചു. അത് എത്ര കിട്ടി? 0 കിട്ടി. ദെൻ h of 1 എത്രയാണ്? h of 1ന്റെ വല്ലതും ഉണ്ടോ? ഇല്ല, അപ്പം അതും 0 ആണ്. ദെൻ h of 2 എന്താണ്? 2ന്റെതും 8ന്റെതും ഉണ്ട്. minus 0.025. അത് തന്നെയാണ് എന്ത്? h of 8.
ദെൻ എന്താ ഉള്ള h of 3. h of 3 ഉണ്ടോ? ഇവിടെ z raised to -3 ആണ്. കാരണം -5 + 2 ആണ്. സോ -3 ആണ്. അപ്പം -0.104 ഈക്വൽ ടു h of 3യും h of 7ഉം സെയിം ആണ്. ദെൻ എത്ര കിട്ടും? h of 4ഉം h of 6ഉം എത്രയാണ്? -0.2034. Then h of 5 എത്രയാണ്? 0.7. ഓക്കെ ആണോ? അപ്പൊ നോക്കിക്കേ, നമ്മൾ ഇത് സിമെട്രിക് ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും പോസിറ്റീവ് സൈഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഫസ്റ്റും ലാസ്റ്റും 11 എലമെന്റ്സ് ആണെങ്കിൽ ഫസ്റ്റും ലാസ്റ്റും എന്ന് പറയുമ്പോഴത്തേക്കും 0യും 10ഉം സെയിം ആയിരിക്കും, 1ഉം 9ഉം സെയിം ആയിരിക്കും, 2ഉം 8ഉം സെയിം ആയിരിക്കും, 3ഉം 7ഉം 4ഉം 6ഉം സെയിം ആയിരിക്കും, 5ഉം 5ഉം സെയിം. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടുന്ന ഫിൽട്ടർ കോഎഫിഷ്യൻസ്. അപ്പൊ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇത്രേ ചോദിച്ചിട്ടുള്ളൂ ഇതിനകത്ത്. ഇനി പ്ലോട്ട് ചോദിച്ചാൽ എന്ത് ചെയ്യുക? പ്ലോട്ട് ദി മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് എന്നും കൂടെ ചോദിച്ചാൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത പോലെ എന്ത് ചെയ്യുക? ഈ കോഎഫിഷ്യൻസ് വെച്ചുകൊണ്ട് സിമെട്രിക് ഓഡ് ആയിട്ടുള്ള h of ഒമേഗയുടെ ഇക്വേഷൻ എഴുതുക. അത് കോസിന്റെ a of n cos ഒമേഗ എന്നൊരു സിഗ്മ ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനകത്ത് a of 0യും a of nഉം കണ്ടുപിടിക്കുന്നത് ഈ കോഎഫിഷ്യൻസ് വെച്ചായിരിക്കും. അത് വെച്ചിട്ട് അത് കണ്ടുപിടിക്കുക, ഒമേഗ ഇക്വേഷൻ കിട്ടും. ഒമേഗയ്ക്ക് പല വാല്യൂസ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അത് എന്ത് ചെയ്തെടുക്കാം? പല വാല്യൂസ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ റെസ്പോൺസ് കിട്ടും. അതിന് 20 log h of e raised to j omega പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡിസൈഡ് ഫ്രീക്വൻസി റെസ്പോൺസിന്റെ ഒരു ഷേപ്പ് കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതാണ് വിൻഡോ മെത്തേഡ്. ഇതുപോലാണ് ഏത് വിൻഡോ വന്നാലും, റെക്ടാങ്കുലർ വിൻഡോ വന്നാലും സിമ്പിൾ ആണ്, ഇൻറ്റു 1 ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് തന്നെ കിട്ടും? hd of n ഉം h of n ഉം സെയിം തന്നെ കിട്ടും. ഇനി ഹാമിംഗ് വിൻഡോ ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷന് മാത്രം മാറ്റം വരും. h of n കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ, ആ ഇക്വേഷനകത്ത് കണ്ടുപിടിക്കുന്ന വാല്യൂസ് മാറും, അതനുസരിച്ച് h of n മാറും, അതനുസരിച്ച് ബാക്കിയെല്ലാം ചേഞ്ച് ആവും. അപ്പം വിൻഡോ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ മൊഡ്യൂളിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫ്രീക്വൻസി സാമ്പിളിംഗ് മെത്തേഡ് നോക്കാം.